ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അഡീഷണൽ റീഡിംഗ് ആണ്. ഈ സബ്ജക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നിന്ന് പല പല ക്വസ്റ്റ്യൻസ് സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട്. മോഡൽസ് ഓഫ് ഹോബി ചോദിച്ചിട്ടുണ്ട്, ഹോബി ആൻഡ് അതർ ഡിസിപ്ലിൻ ചോദിച്ചിട്ടുണ്ട്, ഫീച്ചേഴ്സൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിലത്തെ ഒരു ആൻസറും കൂടിയാണ്. ടെക്സ്റ്റ് ബുക്കിൽ അത്ര അതിനുള്ള ഒരു ഡയറക്റ്റ് ആൻസർ ഉണ്ട്. എന്നാൽ ചില ക്വസ്റ്റ്യൻസ് ഓർഗനൈസേഷൻ ബിഹേവിയറിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ എനിക്ക് ഇത്രയും കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹെഡിങ് പഠിപ്പിക്കുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓർഗനൈസേഷൻ ബിഹേവിയർ, വൈ വി നീഡ് സ്റ്റഡി ഹോബി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അതും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ കൂടെ ഇതും കൂടി പഠിക്കാം. 4-5 ഒബ്ജക്ഷനിൽ നിങ്ങൾക്കൊരു 4-5 കൊന്നെങ്കിലും സബ് മെറ്റീരിയൽ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് മിസ് ഇതും കൂടി പഠിപ്പിക്കുന്നത്. ഓക്കെ, നമ്മളിത് പഠിക്കുന്നത് ദി സ്റ്റഡി ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ സിഗ്നിഫിക്കൻസ് ഫോർ മാനേജേഴ്സ്. എന്തിനാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ പഠിക്കുന്നത്? ഒന്നെന്ന് പറയുന്നത് ഇംപ്രൂവിങ് ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. സാർ, ഇന്നത്തെ മോഡേൺ വേൾഡിലെ അതായത് ദി കമ്പനീസ് ആർ ഫോഴ്സ്ഡ് ടു ഡെലിവർ വിച്ച് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കണം വിത്ത് മിനിമം കോസ്റ്റ്. അത് നല്ല ക്വാളിറ്റി പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കണം, ക്വാളിറ്റി ഉണ്ടായിരിക്കണം. സോ ഈ ക്വാളിറ്റി ഉണ്ടാവണം പ്രൊഡക്റ്റ് വേണമെങ്കിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റും ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ ക്വാളിറ്റിയാണ് മാനേജ് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷനിൽ ക്വാളിറ്റി സർക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. TQവിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം TQ പഠിച്ചിട്ടില്ലേ നിങ്ങൾ? സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടില്ലേ? ലോജിസ്റ്റിക്സ് അവരിൽ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എമർജിങ് ട്രെൻഡ്സ് മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അത് ഓക്കെ, യെസ്. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്യണമെങ്കിലും OBയെക്കുറിച്ചുള്ള ഐഡിയാസ് നമുക്ക് ആവശ്യമാണ്. ദെൻ ഇംപ്രൂവിങ് പീപ്പിൾ സ്കിൽ ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽ, അതായത് ഒരു ഓർഗനൈസേഷനിലെ ഓർഗനൈസേഷൻ ബിഹേവിയറാണ്. വാട്ട് ഈസ് ദി ഓർഗനൈസേഷൻ ബിഹേവിയർ ഗിവ് ദി ഐഡിയ ഓഫ് എ മാനേജർ, how the staff behave in a particular way. So in order to improve their skill, in order to identify their skill and to use their skill maximum potentiality maximum യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് OB മാനേജേഴ്സിനെ സപ്പോർട്ട് ചെയ്യണ OB പ്രാക്ടീഷണേഴ്സ് നമ്മൾ സഹായിക്കുന്നതാണ്. എന്തിനു സഹായിക്കും? അവർ ഇൻ്റർപേഴ്സണൽ സ്കിൽ, അവരെങ്ങനെ ഗ്രൂപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം നമ്മൾ പഠിച്ചു. ഓർഗനൈസേഷൻ ബിഹേവിയർ നമ്മൾ ഗ്രൂപ്പ് ബിഹേവിയർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ബിഹേവിയറും ഇൻഡിവിജ്വൽ ബിഹേവിയറും അവരുടെ സ്കില്ല് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി OB നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി, നമുക്കറിയാം ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ആൾക്കാർ ഒരു വർക്ക് ഫോഴ്സിൽ ഭയങ്കര ഡൈവേഴ്സിഫൈഡ് വർക്ക് ഫോഴ്സാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് പ്ലേസിലത്തെ ആൾക്കാരാണ് വരുന്നത്. അവിടെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൾക്കാരുള്ളത്. അപ്പോൾ ഒരു വർക്ക് പ്ലേസിൽ ഒരു ലോക്കൽ ആൾക്കാർ, അല്ലെങ്കിൽ ഒരു തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ കുന്നംകുളത്ത് നിന്ന് മാത്രമല്ല പല പല സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ വർക്ക് പ്ലേസിൽ ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യണമെങ്കിലും OB മനസ്സിലാക്കാൻ പല ടൈപ്പ് ആൾക്കാർ പല കൾച്ചറിലും പല വാല്യൂ സിസ്റ്റം ഒക്കെ ആവും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ OB അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ കോളേജിൽ നോക്കിയാൽ അറിയാം. ഞാൻ കുന്നംകുളം ബേസ്ഡാണ്, മിസ് കുന്നംകുളം ബേസിലാണ്, എന്നാൽ രാജീവ് സാറ് എറണാകുളം ബേസ്ഡാണ്. അങ്ങനെ പലരും ഐസക് സാറ് റിബോൺ സാറൊക്കെ അവിടെ നിന്നാണ്, എറണാകുളം കോട്ടയം ഡിസ്ട്രിക്ട്. അപ്പോൾ പല ഈവൻ ഞാൻ പറഞ്ഞ ചെറിയൊരു കോളേജായാൽ പോലും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും കൾച്ചർ ഡിഫറെൻ്റാണ്, ബാക്ക്ഗ്രൗണ്ട് വേല. അപ്പോൾ ഈ വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടുത്തെ ലീഡർ ഫെയിലിയറാണ്. കാരണം അതാണ് പറയുന്നത്. പിന്നെ റെസ്പോൺസ് ടു ഗ്ലോബലൈസേഷൻ അടുത്ത പോയിൻ്റാണ്. അതായത് ഈ കൾച്ചർ, അതായത് ഇന്ന് ഞാൻ പറയില്ലേ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒരു നാഷണൽ നോ ബോർഡർ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബലൈസേഷൻ. നാഷണൽ ബോർഡേഴ്സ് ഇല്ല. ഓക്കെ, അപ്പോൾ ഗ്ലോബലൈസേഷനിൽ ഒരുപാട് ഗ്ലോബൽസ് വൺ മാർക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയും OBയുടെ ആവശ്യകത ഉണ്ട്. എംപ്ലോയീസിനെ എംപവർ ചെയ്യണമെങ്കിൽ എംപ്ലോയീസിനെ എംപവർ ചെയ്യുന്ന ഒരു പോയിൻ്റാണ് പറയുന്നത്. എംപവറിങ് പീപ്പിൾ, അതായത് എംപ്ലോയീസിന് ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ടാവണമെങ്കിലും അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണമെങ്കിലും നമ്മൾ എംപ്ലോയീസിനെ നന്നായിട്ട് മനസ്സിലാക്കണം.
അതിനനുസരിച്ചാണ് അവർക്ക് എംപവർമെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ എംപവർ ചെയ്യാൻ വേണ്ടി OBE യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നൊവേഷനും ചേഞ്ചസ് നമുക്കറിയാം. ഓർഗനൈസേഷൻ ചേഞ്ച് അല്ലെങ്കിൽ ഇന്നൊവേഷൻസ് ഇല്ലെങ്കിൽ ഒരു കമ്പനിക്ക് സക്സസ് ആവാൻ പറ്റില്ല. അപ്പോൾ ആ ചേഞ്ചിനനുസരിച്ച് എംപ്ലോയീസിന് മാറ്റണമെങ്കിലും OBക്ക് നല്ല റോളുണ്ട്. പിന്നെ എന്താണ് ടെമ്പർനെസ്, അതായത് ഇന്ന് പറഞ്ഞത് ഒന്നും പെർമനൻ്റ് പഠിക്കാം, ഒന്നും പെർമനൻ്റ് ഇല്ല. ഇപ്പം മിസ്സുമാർ തന്നെ ചോക്കും ടോക്കും വെച്ചിട്ടും പഠിക്കാൻ പറ്റുമോ? ഇല്ല. PPT ഉപയോഗിക്കണം, ഇപ്പോൾ സ്ക്രീൻ ഷെയറിങ് ഉപയോഗിക്കണം, അപ്പോൾ എല്ലാറ്റിലും മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആ ടെമ്പർനെസ് ഉപയോഗിക്കണമെങ്കിലും കോപ്പപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? OB നമ്മളെ സഹായിക്കും. അതുപോലെ എംപ്ലോയി ലോയൽറ്റി, കാരണം ഇന്നത്തെ എംപ്ലോയീസിന് ലോയൽറ്റി ഇത്തിരി കുറവായിരിക്കും. റീസൺ ഇത്രയേ ഉള്ളൂ, അവർക്ക് തന്നെ ജോബ് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അവർക്ക് അത്ര കൺഫേം ചെയ്യാൻ അറിയില്ല. അത് പെർമനൻ്റ് എംപ്ലോയീസിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ അതുപോലെ പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ട്. ലെസ് പ്രോഫിറ്റബിൾ ആയ ബ്രാഞ്ചസ് ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ട്. ചില ഡെസിഗ്നേഷൻ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവരുടെ ജോലിയിലേക്ക് എംപ്ലോയിക്ക് ലോയൽ ആവാൻ വേണ്ടിയിട്ട് മാനേജേഴ്സ് അവരുടെ കമ്മിറ്റ്മെൻറ്റ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ് ആവാൻ വേണ്ടി അവരുടെ OB ഹെൽപ്ഫുള്ളാണ്. പിന്നെ എത്തിക്കൽ ബിഹേവിയർ, അതായത് എംപ്ലോയീസ് പല എത്തിക്കൽ ബിഹേവിയറിൽ ഹെൽത്തി ക്ലൈമറ്റ് ഉണ്ടാക്കുക, അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാരിറ്റി ഉണ്ടാവുക, കൺഫണ്ടേഷൻ മിനിമം ആക്കുക, ഇതൊക്കെ ചെയ്യണമെങ്കിലും ഇമ്പ്രൂവ് എത്തിക്കൽ ബിഹേവിയർ, വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എത്തിക്കൽ ബിഹേവിയർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി OB നമ്മൾ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞ മാനേജേഴ്സിന് ഹെൽപ്ഫുള്ളാണ്. 9 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പഠിച്ചോളൂ. ഇമ്പ്രൂവിങ് ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി, ഇമ്പ്രൂവിങ് people skill and interpersonal skill, managing workforce diversity, workforce diversity, response to globalization, empowering people, stimulating innovativeness and change, coping with the temperness, dealing with employee loyalty, improving ethical behavior. ഇതൊക്കെ ഓർഗനൈസേഷൻ പഠിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് പറയുന്ന പോയിൻറ്റ്സിൻ്റെ കൂടെ വേറെ പോയിട്ട് പറയുന്നത് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റഡിങ് ഓർഗനൈസേഷൻ ബിഹേവിയർ. അവിടെ എന്താ പറയുന്നത്? സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഒരു മോഡേൺ വർക്ക് പ്ലേസിൽ അപ്രോപ്രിയേറ്റ് സ്കില്ല് ആവശ്യമാണ്. അതായത് അതല്ല ടെമ്പർനെസ് എന്ന് പറഞ്ഞു, അതായത് ഒന്നും പെർമനൻ്റ് ആയിട്ട് തന്നെ ഈ സ്കില്ലുകൊണ്ട് ജീവിതകാലം മുഴുവനും ഈ 10ാം ക്ലാസ് പുസ്തകവും ഫുള്ളൊന്നും പഠിച്ച് വെക്കാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ആരെങ്കിലും ചോദിക്കുകയാണെന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ഏത് ടൈപ്പ് ജോലിയാണ്, ഏത് ജോലി കിട്ടിയാലാണ് കരിയർ സക്സസ് ആവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കരിയർ സക്സസ് ആവാൻ ഏത് കോഴ്സ് എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറഞ്ഞൊരു ആൻസർ ഇതാണ്: ഇന്ന് ഒരു കരിയറും സക്സസ്ഫുൾ ആവാൻ വേണ്ടി ഒരു സിംഗിൾ ഫോർമുല ഇല്ല. ഏത് കരിയറാണെങ്കിലും അവിടെ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് മാറാൻ പറ്റുന്നില്ലെങ്കിൽ ഏത് നല്ല കരിയർ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്ത് ഏതൊരു കരിയർ നാളെ നമുക്ക് ചെയ്യാൻ പറ്റാതെ, കാരണം നമ്മളെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ സ്കില്ല്, നമ്മളുടെ ലേണിംഗ് എബിലിറ്റി ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ലേൺ ചെയ്യാൻ വില്ലിങ് അല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും അതിനനുസരിച്ചിട്ട് ആ കാലഘട്ടത്തിൻ്റെ സ്കിൽ എക്വയർ ചെയ്തില്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പോൾ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഓർഗനൈസേഷൻ ബിഹേവിയറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് സ്കില്ലാണ് ശരിക്കും ആവശ്യം. ഹാർഡ് സ്കില്ലും വേണം, സോഫ്റ്റ് സ്കില്ലും വേണം. അപ്പോൾ ഏതൊക്കെ ഹാർഡ് സ്കില്ലാണ് വേണ്ടെങ്കിൽ അത് ചിലപ്പോൾ സോഫ്റ്റ് സ്കില്ലും ആവശ്യമുണ്ടാവും. അപ്പോൾ ഈ സോഫ്റ്റ് സ്കില്ലും ഹാർഡ് സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ ബിഹേവിയർ ഹെൽപ്പ്. കാരണം എൻ്റെ എംപ്ലോയിയുടെ അവർക്കിപ്പോൾ ഇപ്പോൾ അവരുടെ അക്കൗണ്ട്സ് ഇപ്പോൾ വന്ന IFRS ആണുള്ളത്, അത് ഏത് സ്കില്ലാണ്? ഹാർഡ് സ്കില്ലാണ്. പക്ഷെ അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറവുണ്ട്, അപ്പോൾ ഇൻ്റർപേഴ്സണൽ സ്കില്ല് കുറവുണ്ട്. അതേത് സ്കില്ല്? സോഫ്റ്റ് സ്കില്ല്. അപ്പോൾ വാട്ട്സ് ഹാർഡ് സ്കില്ലും സോഫ്റ്റ് സ്കില്ലും ഇതിൽ പറയുന്നുണ്ട്. 2 ടൈപ്പ് സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ OB പഠിക്കേണ്ടത് ആവശ്യമാണ്. കാരണം OB അത് മനസ്സിലാക്കി തരുന്നത് നമുക്ക് എംപ്ലോയിയുടെ ബിഹേവിയർ മാറ്റണം, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യണം, പ്രിഡിക്റ്റ് ചെയ്യണം. അപ്പോൾ മനസ്സിലായി അയാൾക്ക് ഈ 2 കഴിവ് കുറവുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പെരുമാറണേ എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് OB സഹായിക്കുന്നുണ്ട്. അപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. 2 ടൈപ്പ് സ്കില്ലാണ് വേണ്ടത്. OBക്ക് ഹാർഡ് സ്കില്ലും വേണം,
അതുപോലെ തന്നെ ഒ.ബിക്ക് ജോലി ചെയ്യാൻ നമുക്ക് ടെക്നിക്കൽ സ്കില്ലും അല്ലെങ്കിൽ സോഫ്റ്റ് സ്കില്ലും ഹാർഡ് സ്കില്ലൊക്കെ വേണ്ടത്. സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലിയിൽ നിലനിന്ന് പോകണമെങ്കിൽ നമുക്ക് സോഫ്റ്റ് സ്കില്ല് വേണം. ജോലി കിട്ടാൻ നമുക്ക് ഹാർഡ് സ്കില്ലാണ് വേണ്ടത്. ഇനി അടുത്ത പോയിൻ്റാണ് അതിൽ പേഴ്സണൽ ഗ്രോത്ത് ത്രൂ ദി ഇൻസൈറ്റ് ഇൻ ടു ദി ബിഹേവിയർ. അതായത് ഹ്യൂമൻ ബിഹേവിയറിന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയ നോളജ് ഇൻസൈറ്റ് സെൽഫ് ഇൻസൈറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് അസൈൻമെൻറ്റ്സും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇതൊക്കെ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവാൻ നമുക്ക് പേഴ്സണൽ ഓർഗനൈസേഷൻ ബിഹേവിയറാണ് ശരിക്കും ഇൻട്രോസ്പെക്ഷൻ നടത്തുന്നത്. ഓർഗനൈസേഷൻ ബിഹേവിയർ ഹെൽപ്പ് ടു ഓർഗനൈസേഷൻസ് എഫക്റ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇൻഡിവിജ്വലിൻ്റെ എഫക്റ്റീവ്നെസ് സഹായിക്കുന്നുണ്ട്. അത് ഓർഗനൈസേഷനിൽ അതായത് ക്വാളിറ്റി പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, അവൻ്റെ എഫിഷ്യൻസി എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ്ലി ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ഇൻഡിവിജ്വൽസിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ നന്നായി എഫിഷ്യൻ്റ് ആയാൽ മാത്രമേ ടോട്ടൽ ഓർഗനൈസേഷൻ സിസ്റ്റം നന്നായി TQ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് രണ്ടിനും ബെനിഫിറ്റാണ്. കോമൺ സെൻസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരുപാട് എന്താ പറയുക സ്ട്രെസ്സാണെങ്കിലും അതുപോലെ തന്നെ എന്തുകൊണ്ടുണ്ടാവണം, വൈ ദേ ബിഹേവ് ലൈക്ക് ദാറ്റ്, വൈ ദേ റെസ്പോണ്ട് ടു സച്ച് എ സിറ്റുവേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് OB സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോമൺ സെൻസ് ഓർഗനൈസേഷനിൽ ഉണ്ടായി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഈ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് OBയുടെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഓൺടർപ്രണർക്കോ അല്ലെങ്കിൽ OB പഠിക്കുന്നത് ബിസിനസ് മാനിനോ OB പഠിക്കുന്നത് ഓർഗനൈസേഷനോ ഒക്കെ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. മാനേജർക്കും ഓൺടർപ്രണർക്കും ബിസിനസ്മാനും ഓർഗനൈസേഷനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവാനും, ഓർഗനൈസേഷൻ ഇൻഡിവിജ്വൽ ഗോൾസും ഓർഗനൈസേഷൻ്റെയും ഇൻഡിവിജ്വൽ എഫക്റ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഈ നോട്ട്സിന് അയച്ചു തരാൻ പഠിച്ചോളൂ കേട്ടോ നന്നായിട്ട്.